ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും ബബിത മിസ്സും കൂടി എറണാകുളം പോവുകയാണേ. വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരതിൽ കയറി ഞങ്ങൾ ആസ് യൂഷ്വൽ വന്ദേ ഭാരത് കറക്റ്റ് ടൈമിലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരത് കയറുന്നത്. ഫുഡെല്ലാം കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. അത് ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ഞങ്ങൾ രണ്ട് ഭാഗത്താണ് ഇരുന്നത്. 2 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരുമിച്ച് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരേപോലെ ടിക്കറ്റ് കിട്ടാറില്ല. പല 2 ഭാഗങ്ങളിലാണ്. അടുത്തിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ മാറിത്തരാൻ പറഞ്ഞിട്ടും അവരൊക്കെ ഫാമിലി ആയിരുന്നു. ആരും മാറി തന്നില്ല. എന്നിട്ടും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്, എറണാകുളം സ്റ്റേഷനിലെത്തി. എന്നിട്ട് മെട്രോയിലേക്ക് പോവുകയാണ്. മെട്രോ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മെട്രോയിൽ കയറി. ലുലു മാളിലാണ് ബിനിത മിസ്സിനോട് കാത്തു നിൽക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മെട്രോ അവിടെ ഇറങ്ങി, ലുലുവിൽ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ കാലത്തിന് ശേഷമാണ് ബിനിത മിസ്സിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എത്തിക്കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൾറെഡി ഐറ്റിനറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി സമയം 12 o'clock ആയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടെത്തി. എല്ലാവരും അന്യോന്യം ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു. ആ കണ്ട സമയത്തുള്ള എക്സൈറ്റ്മെൻറ്റ് അറിയാലോ. ഫ്രണ്ട്സ് കണ്ടെത്തുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. അറിയാലോ, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക് ബിരിയാണി. അപ്പോൾ ഞാൻ അവരെയും എൻ്റെ പ്രഷറിൽ കൊണ്ട് ഞാൻ നിള എന്ന് പറഞ്ഞ കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണിയും ഒരു ദം ബിരിയാണിയും ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങളത് കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ബിനിത മിസ് നല്ല ഡയറ്റിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും 2 ബിരിയാണി മേടിച്ചിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല വിശേഷമൊന്നും. ഞങ്ങൾ പുറത്തിറങ്ങി കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ ഐറ്റിനറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ പോകണം എന്നുള്ള ചിന്താഗതിയിലാണ്. അപ്പോഴാണ് ബബിത മിസ്സിന് ഭയങ്കര നിർബന്ധം ഒന്ന് ഇഹ ഡിസൈൻസിൽ പോകണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇഹ ഡിസൈൻസിലാണ് നിൽക്കുന്നത്. ബബിത മിസ് ഭയങ്കര ഷോപ്പിങ്ങിനോടൊക്കെ ക്രേസുള്ള ആളാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അടിപൊളി കേട്ടോ ഇഹ ഡിസൈൻസ്. ഞാൻ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ എല്ലാം എടുത്തു. എനിക്ക് അത്ര ഷോപ്പിങ്ങിനോട് അത്ര ക്രേസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. ഞാനും ബിനിത മിസ്സും കൂടിയും. ബബിത മിസ് ഒരു നല്ല സാരി എടുത്തിട്ടുണ്ട് അവിടുന്ന്. പിന്നെ സെറ്റ് സാരിയൊക്കെ കുറച്ച് നോക്കിയെങ്കിലും അവിടുന്ന് കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. ഇപ്പം ഞങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇഹ ഡിസൈൻസിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഹിൽ പാലസിലെത്തി. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റെല്ലാം എടുക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയാണ്. അപ്പോൾ ക്യാമറ കൈവശം ഉണ്ടെങ്കിൽ, നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. ഞങ്ങൾ ഉള്ളിലേക്ക് ഇറക്കുകയാണ്. എനിക്കങ്ങ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മളെ മണിച്ചിത്രത്താഴ് മൂവിയിലെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കതിലെ ക്യാരക്ടേഴ്സിനെയാണ് ആക്ച്വലി മിസ്സ് ചെയ്യുന്നത്. ഇവിടുത്തെ രാമനാഥനും നാഗവല്ലിയും അവരൊക്കെ എവിടെയാണ്? ഡോക്ടർ സണ്ണി, അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് രസമായി, വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. ആ സിനിമ ഇപ്പോൾ മോളുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ. അപ്പോൾ എന്തൊരു രസമാണ് ആ മൂവിയുടെ ആ ഒരു ഫീല്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാനും ബബിത മിസ്സും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഓരോ ഷൂട്ടിൻ്റെ കാര്യവും. എന്ത് രസമായിട്ടാണ് ഓരോരോ രംഗങ്ങളുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആ പാലസ് എക്സ്പ്ലോർ ചെയ്തിട്ട് മതിയാവുന്നില്ല. ശരിക്കും കൊച്ചി മഹാരാജാവ് 1865 ഈ പാലസ് പണിയുന്നത്. പിന്നീട് 1980 ഇത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുന്നതും 1986 ആർക്കിയോളജിക്കൽ മ്യൂസിയം ആക്കുന്നതും. അപ്പോൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ മനസ്സിൽ വരുന്നത്. മണിച്ചിത്രത്താഴ് സിനിമ ടീം ആ പാലസ് മൊത്തം കൈയടക്കിയതുപോലെയാണ്. നടന്നു പോകുമ്പോഴൊക്കെ എന്തോ ഒരു ഫീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഉണ്ട് ഓരോരോ ഭാഗങ്ങളിലും. ശോഭനയും നാഗവല്ലിയും തെക്കിനി, പിന്നെ അങ്ങനെയൊക്കെ നമുക്കങ്ങ് ഫീലങ്ങ് തോന്നുകയാണ് ഓരോ ഭാഗത്ത് എത്തുമ്പോഴും. അവിടെ എത്തുമ്പോഴൊക്കെ എനിക്കിങ്ങനെ പാട്ടാണ് ശരിക്കും വരുന്നത്. ഒരു മുறை വന്ദ പാറായൂ, അതാണ് ഞാൻ പാടിക്കൊണ്ട് നടക്കുന്നത്. എനിക്കങ്ങ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ പാലസ്. അപ്പം കാരണം മണിച്ചിത്രത്താഴ് സിനിമ
എത്ര തവണ ഞാൻ ഇപ്പോൾ ടി വിയിലായിട്ടും ഒരുപാട് തവണ അതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ സിനിമ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെ വരുന്ന എല്ലാവരും തന്നെ ഇത് തന്നെയാണ് പറയുന്നത്. മണിച്ചിത്രത്താഴിൻ്റെ കാര്യവും ഇത് ഓരോ സ്പോട്ടും അവർ റെക്കഗ്നൈസ് ചെയ്യുക. ഈ സ്റ്റെപ്സൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ വരുവാനില്ലാരുമേ വിജനമാം എൻ വഴിക്കറിയാം അതെന്നാലുമെന്നും. അതൊക്കെ ഒന്ന് ഒരു ഫീല് തന്നെയല്ലേ. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം മനസ്സിലായോ? ഇത് അല്ലി കുളിക്കാൻ പോകുന്ന കുളമാണ്. ഇവിടെയാണ് സുധീഷും മോഹൻലാലും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ഈ അല്ലി കുളിക്കാൻ പോകുന്ന കുളത്തിലേക്ക് പോകുന്നത്. പക്ഷെ അത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ പുറത്തേക്ക് വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്, അവിടെ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗാർഡനിലെല്ലാം പോയി ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു. നിന്നിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നില്ലായിരുന്നു. എല്ലാ ഇതിലും ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു. ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കുറേ ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് രാജാവിൻ്റെ ആ ഒരു എന്താ പറയുക, സിംഹാസനം എന്നൊക്കെ പറയില്ലേ, അത്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചു. ബിനിത മിസ് റവ ദോശയും ബബിത മിസ് കാഷ്യൂ ദോശയാണ് കഴിച്ചത്. പിന്നീട് ഞങ്ങൾ ഗ്രാൻഡ് സ്ക്വയർ മാളിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷായി. കാരണം ഫോർട്ട് കൊച്ചിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വല്ലാതെ പോയതുകൊണ്ട് അവിടെ ഒന്നും പോയില്ല. പിന്നീട് ഷീമാട്ടിയിൽ പിന്നെയും കയറി. ഷീമാട്ടിയിൽ കയറിയിട്ട് 1-2 പർച്ചേസ് ചെയ്തു. മോൾക്ക് വേണ്ടി ഞാനും ഒരു ഡ്രസ്സ് മേടിച്ചു. KSRTC വൈറ്റില ഹബ്ബിൽ വന്നിരുന്നു. ഞങ്ങൾ രണ്ടാളും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് രാത്രി ഉള്ള ബസ്സിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ച്. ബസ്സാണെങ്കിൽ ലേറ്റായിരുന്നു, 1.5 hours ലേറ്റായിരുന്നു. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.